നമ്മൾ അറിയേണ്ടതുണ്ട്. ഇവിടെ എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുന്ന ഒരു ജനവിഭാഗമായി നമ്മൾ മാറുന്ന മുസ്ലിം ലീഗ് ഇല്ലാത്തമാരെ നിങ്ങളോട് ഹൃദയം തുറന്ന് പങ്കുവെക്കുമ്പോൾ രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട്. വളരെ നന്നായി പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, രാധിക വെമുല എന്ന് പറയുന്ന അച്ഛൻ മരണപ്പെട്ടു പോയ അമ്മ മാത്രം വളർത്തിയ ഒരു സാധാരണ കുടുംബത്തിലെ ചമാർ വിഭാഗത്തിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അമ്മ. ആ അമ്മ മകനെ ചേർത്ത് പിടിച്ചു. ആ മകൻ വളരുന്നത് കണ്ടു. അടുത്ത വീട്ടിൽ പോയി അവിടുത്തെ പഴകിയ തുണികൾ തുന്നിക്കൂട്ടി ജീവിക്കുന്ന രാധിക വെമുല എന്ന് പറയുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മകൻ, ആ മകൻ മികച്ചതായി പഠിച്ചു വളരുന്നത് കണ്ടപ്പോൾ ആ അമ്മക്ക് വല്ലാത്ത സന്തോഷം ചേർക്കാനാണ്. അവരുടെ ഹോണറബിൾ എക്സിസ്റ്റൻസ് ഈ ലോകത്തെ, ഈ രാജ്യത്തെ കറുത്തവന്റെയും വെളുത്തവന്റെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവന്റെയും പാവപ്പെട്ടവന്റെയും ദളിതന്റെയും ആരുമില്ലാത്തവന്റെയും അനാഥരുടെയും എല്ലാവരുടെയും അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ നെഞ്ചിൽ പിടിക്കുന്ന പതാകയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പതാക തോറ്റുപോയാൽ, ആ പതാക താഴേക്ക് വീണു കഴിഞ്ഞാൽ, പറവണ്ണയിലെ ഈ അരിക്കാഞ്ചിറയിലെ ഇനായത്ത് കൺവെൻഷൻ സെന്ററിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ, അങ്ങനെ ഒരു പതാക തകർന്നു പോയാൽ, അങ്ങനെ ഒരു പഞ്ചായത്ത് നമുക്ക് തകർന്നു പോയാൽ, നമ്മുടെ വീട്ടകങ്ങളിലേക്ക് കയറാൻ പോകുന്നത് RSS ആണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. എന്താണ് RSS? ആരാണ് RSS? എന്താണ് RSSന്റെ ഉദ്ദേശം? എന്തിനാണ് BJP എന്ന് വളരെ കൃത്യമായി പഠിക്കണം. നമ്മൾ വാർഡ് ഇലക്ഷനിൽ വരുമ്പോൾ വളരെ രസമാണ്. നമുക്ക് BJP എന്താണെന്നറിയില്ല, നമുക്ക് CPM എന്താണെന്നറിയില്ല. എന്റെ ഉമ്മച്ചിന്റെ പേര് ആയിഷ മിനു എന്നാണ്. എന്റെ ഉമ്മ ഞാൻ നല്ല കമ്പനിയാണ്. എന്റെ ഉമ്മ ഭയങ്കര തഗ്ഗാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രോളിയിട്ടാണ് ഞങ്ങൾ. ഒരു ദിവസം ഞാൻ എന്റെ നാട്ടിലെ വാർഡ് മെമ്പർ പേര് സുന്ദരൻ ആണ്. അപ്പൊ സുന്ദരന് വേണ്ടിയിട്ട് ഇലക്ഷൻ ക്യാമ്പയിന് നമ്മൾ പോലോ. ഞാൻ രാവിലെ തന്നെ വോട്ടർ പട്ടിക എടുത്ത് സുന്ദരന് വോട്ട് തേടാൻ വേണ്ടി പോയി. എല്ലാ പേരെയും കൂടെ പോയി വോട്ടൊക്കെ തേടി, താത്ത ലീഗിന് വോട്ട് തരണം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. പ്രിയപ്പെട്ട നവാസ് പാലേരി വളരെ മനോഹരമായിട്ട് ഈ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്ത്, മുസ്ലിം ലീഗ് വേദികളിൽ നിറ സാന്നിധ്യം, ഹൃദയ സാക്ഷിയായ അദ്ദേഹത്തിന്റെ അവതരണം കൊണ്ട് നിങ്ങളെ ഏവരുടെയും ഹൃദയം കവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, ഉപ്പ എങ്ങനെ നോക്കി മുമ്പിൽ കുറച്ച് അടിപൊളി ചുപ്പട്ടോണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകും. അപ്പോ എന്താ പറയാ, ഇത് ഉമ്മ ഈ പറഞ്ഞതുപോലെ ഈ സുന്ദരൻ എന്ന് പറഞ്ഞ ആള്, ഞാൻ ഇയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോയി. ഉണ്ണി എന്ന് പറഞ്ഞിട്ടാണ് എതിർ സ്ഥാനാർത്ഥി. അപ്പൊ ഉണ്ണി എന്താ നിൽക്കണേ, വീട്ടിൽ വന്നിരിക്കണേ, നമ്മളില്ലാത്ത നേരത്തെ വീട്ടിൽ വന്നിരിക്കണേ. എന്നിട്ട് എന്റെ പേര് മിനു എന്നാണ്. അപ്പൊ പൂർത്തിയാക്കുന്നതിന് മുമ്പ് പണിക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടാവില്ല. സ്ത്രീകളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറഞ്ഞു. 1948 മലബാറിലെ സ്ത്രീകൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ക്യാമ്പസ് കൊണ്ടുവരാൻ ലീഗ് തീരുമാനിച്ചു. നമ്മളൊന്ന് ആലോചിച്ചത്. ഇപ്പൊ പറഞ്ഞ ഇത് നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ഇല്ലാത്തത് പറയാന്ന്. Let me tell you from the deep core of my heart, this is the realistic and hardcore truth that happened in the history of Indian Union Muslim League and the story of Kerala. എന്താണ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? 1948 കോഴിക്കോട് നിങ്ങൾ എല്ലാവരും അറിയുന്ന ചാലിയാർ പുഴയുടെ അടുത്ത് ഫറോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു കോളേജ് കൊണ്ടുവരണമെന്ന് ലീഗ് തീരുമാനിക്കുക. ആർക്ക് പഠിക്കാനാണെന്നറിയോ? ലീഗിന്റെ നേതാക്കന്മാർക്ക് പഠിക്കാനല്ല. ആർക്ക് പഠിക്കാനാണെന്നറിയോ? ഏതെങ്കിലും ജമ്മിമാരുടെ മക്കൾക്ക് പഠിക്കാനല്ല. മലബാറിലെ അടുക്കളയിൽ കരിപുരണ്ട പാത്രത്തോടു കൂടി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്ന് മുസ്ലിം ലീഗ് 1948 തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ഗവൺമെന്റിനോട് പറഞ്ഞപ്പോ നമ്മളുടെ കയ്യിൽ പണമില്ല എന്ന മറുപടി കിട്ടുകയാണ്. അപ്പൊ പാർട്ടി തീരുമാനിക്കുകയാണ്. പ്രിയങ്കരനായ സീതി സാഹിബ് തന്റെ വലിയ തൊപ്പി സമൂഹത്തിലേക്ക് നീട്ടുകയാണ്. പ്രിയപ്പെട്ട മുതലാളിമാരെ, നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്, അവർ പഠിച്ച് വളരേണ്ടതുണ്ട്. ഈ സമൂഹം അങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് തങ്ങളുടെ സീതി സാഹിബിന്റെ പ്രിയപ്പെട്ട ബാസ്കി തങ്ങളുടെ കയ്യിലുള്ള തൊപ്പിയിലേക്ക്, തലപ്പാവിലേക്ക് ആളുകൾ ചില്ലറ തുട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കോഴിക്കോട്ടെ ചാലിയാർ പുഴയുടെ തീരത്ത് ഒരു ക്യാമ്പസ് തുടങ്ങുകയാണ്. ആ ക്യാമ്പസ് തുടങ്ങുമ്പോൾ അതിന് പണമില്ലാതെ ലീഗിന്റെ നേതാക്കന്മാർ, അവസാനമായി ലീഗിന്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിലൊരായിരുന്ന സീതി സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾക്ക് നാട്ടിൽ സഞ്ചരിക്കാനുണ്ടായിരുന്ന കാറ് പണയപ്പെടുത്തി ആ കാറ് വിറ്റ് അതിന്റെ പണം കൊണ്ടാണ് ഒരു കോളേജ് ഉണ്ടാക്കുന്നത്. ആ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കോളേജിൽ പഠിച്ച ആളാണ്. അവിടുത്തെ MSFന്റെ
യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ആ ക്യാമ്പസിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഫറൂഖ് കോളേജിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ കണ്ണു നനഞ്ഞു പോയ ഒരു സെന്റൻസ് ഉണ്ട്. അതിങ്ങനെയാണ്: പുളിയാളി അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ എഴുതുകയാണ്, എന്റെ സമുദായത്തിനും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും അവരുടെ വിജയത്തിന് വേണ്ടി, എന്റെ നാട്ടുകാരുടെ നന്മക്ക് വേണ്ടി, അവർ വിജയിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ഈ സ്ഥലം വഖഫ് ചെയ്യുന്നു എന്ന് എഴുതി വെച്ചിട്ട് ഒരു സ്ഥലം കോളേജ് ഉണ്ടാക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ എഴുതി കൊടുത്ത സ്ഥലത്ത് ലീഗ് ഒരു കോളേജ് കിട്ടുകയാണ്. ആ കോളേജിലേക്ക് 2 വർഷത്തോളം പെൺകുട്ടികൾ പഠിക്കാൻ വരാൻ വേണ്ടി ലീഗ് കാത്തു നിൽക്കുകയാണ്. മദ്രാസിൽ പോയി അതിന് അംഗീകാരം വാങ്ങുകയാണ്. അങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാരെ പഠിപ്പിച്ചിട്ട് ഡോക്ടർമാരാക്കിയതാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവരെ പഠിപ്പിച്ചിട്ട് അധ്യാപകരാക്കിയതാണ്. നിങ്ങൾ ലീഗിന്റെ ചരിത്രം നോക്ക്. CH മുഹമ്മദ് കോയ കേരളത്തിന്റെ നിയമസഭയിൽ എണീറ്റ് നിന്നപ്പോ ഒരിക്കൽ CPM-ന്റെ നേതാക്കന്മാര് CH-നെ കളിയാക്കിക്കൊണ്ട് പറയാണ്, ഈ നാട്ടിലെ ചെരുപ്പ് കുത്തികൾ, ഈ നാട്ടിലെ കുട നന്നാക്കുന്നവർ, ഈ നാട്ടിലെ സാധാരണക്കാർ എല്ലാരും ഇപ്പൊ മാഷന്മാരാണ്, അറബി മുൻഷിമാരാണ് എന്ന് പറഞ്ഞ് ഈ ജനതയെ കളിയാക്കാണ്. CH അപ്പൊ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതെ, എന്റെ സമുദായത്തിലെ കുട നന്നാക്കുന്നവനെ, എന്റെ സമുദായത്തിലെ ചെരുപ്പ് കുത്തിയെ, എന്റെ സമുദായത്തിലെ പാവപ്പെട്ടവനെ ഇന്നതാ ഞാൻ അറബി മാഷന്മാരാക്കിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ കാത്തിരുന്നോ, ഇൻഷാ അല്ലാഹ് എന്റെ നാട്ടിലെ കുട്ടികൾ ഭാവിയിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാകും. അവരങ്ങനെ ആവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു പണിയെടുത്തത് എന്ന് പറയാണ്. നമുക്ക് ഇന്ന് അഭിമാന ബോധത്തോടു കൂടി പറയാം. ഇന്നലെ കോഴിക്കോട്ടെ താമരശ്ശേരിയിൽ ഒരു കുട്ടി ഗ്രാവിറ്റിയെ കുറിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ സർവകലാശാലയിൽ ഹേബൽ എന്ന് പറയുന്ന ഒരു കുട്ടി പ്രബന്ധം അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ കൊട നന്നാക്കുന്നവന്റെ പേരക്കുട്ടിയാണ്, ആ ചെരുപ്പ് കുത്തിയുടെ പേരക്കുട്ടിയാണ്. മലപ്പുറത്തെ സെക്രട്ടേറിയറ്റിൽ, മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ആസ്ഥാനത്തേക്ക് നിങ്ങൾ പോയാൽ അവിടെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്നത് ഈ കൊട നന്നാക്കുന്നവന്റെ പേരക്കുട്ടിയാണ്. തിരൂരിൽ നിന്ന് നമ്മൾ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് പോയത് ഈ ചെരുപ്പ് കുത്തി എന്ന് അവരാക്ഷേപിച്ചവരുടെ പേരക്കുട്ടിയാണ്. അങ്ങനെ ആരാന്റെ അടുക്കളയിൽ വിറകുവറ്റികളായി തമ്പ്രാന്റെ മുന്നിൽ റാൻ മൂടി നിന്നിരുന്ന ഈ സമുദായത്തെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പൊ തോൽപ്പിക്കാൻ 1000 ആൾക്കാരുണ്ടാവും. ആർക്കും അത്ര ഇഷ്ടാവില്ല. നല്ല പൊട്ടിട്ട്, നല്ല തട്ടമിട്ട്, ഹിന്ദുവും മുസ്ലിമും ചേർത്ത് പിടിച്ച് തിരൂരിലെ തുഞ്ചൻ സർവകലാശാലയിൽ മലയാളം പഠിക്കുമ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കും. പഞ്ചായത്തിൽ തോൽപ്പിക്കാൻ ശ്രമിക്കും, വാർഡിൽ തോൽപ്പിക്കാൻ ശ്രമിക്കും, മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ ശ്രമിക്കും. അവർ പലതും പറയും. അവർ തട്ടമഴിച്ചു വെച്ച് സ്കൂളിൽ കയറണം എന്ന് പറയും. തട്ടമഴിച്ചു വെച്ച് സ്കൂളിൽ കയറണ്ട എന്ന് പ്രഖ്യാപിക്കാൻ ഈ രാജ്യത്ത് ഭരണഘടനയുണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്താ ഈ രാജ്യത്തിന്റെ ഭരണഘടന? നമ്മൾ വൈവിധ്യത്തിൽ സുന്ദര സൂനങ്ങൾ, ആ സുന്ദര സൂനങ്ങൾ വിടരും വളരും വിലസുങ്ങൾ. ഈ പാട്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എഴുതിയതാണ്. TKM കുട്ടി വാഴക്കാട്. അതിന്റെ പ്രൊഡ്യൂസർ എന്റെ സുഹൃത്ത് ഉസ്മാൻ കൊടക്കാട്ടിലാണ്. ഈ നാട്ടുകാരൻ അദ്ദേഹം. അന്ന് ഇവരെവിടെ ready?